സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻ എങ്ങനെ കാണാം എന്നുള്ളതാണ്. സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കാണാൻ രണ്ട് മെത്തേഡാണുള്ളത്. ഡിറ്റർമിനൻസിൻ്റെ മെത്തേഡും ഉണ്ട്, മെട്രിസസിൻ്റെ മെത്തേഡും ഉണ്ട്. ഡിറ്റർമിനൻസിൻ്റെ മെത്തേഡാണ് നമ്മൾ ക്രാമേഴ്സ് റൂൾ എന്ന് പറയുന്നത്. ഡിറ്റർമിനൻസിൻ്റെ മെത്തേഡാണ് ക്രാമേഴ്സ് റൂള്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ. സോൾവ് ദ ഇക്വേഷൻസ് 3x + y + 2z = 3, 2x - 3y - z = -3, x + 2y + z = 4. അപ്പം ഡിറ്റർമിനൻസ് മെത്തേഡാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഡിറ്റർമിനൻസ് മെത്തേഡ് ചെയ്യാൻ നേരം നമ്മൾ ഫസ്റ്റ് കോഎഫിഷ്യൻറ്റിൻ്റെ ഡിറ്റർമിനൻ്റ് എഴുതുക. കോഎഫിഷ്യൻറ്റിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ത് വരും? ഡിറ്റർമിനൻ്റ് 3, 2, 1, 1 - 3, 2, 2 - 1, 1. ഞാൻ കോളം വൈസ് ആണ് വായിച്ചത്. അപ്പോൾ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് ഫസ്റ്റ് കോളം വരും. എക്സിൻ്റെ 3 ഇക്വേഷനിലെയും കോഎഫിഷ്യൻറ്റ് 3, 2, 1 വരും. വൈയുടെ കോഎഫിഷ്യൻറ്റ് സെക്കൻഡ് കോളം വരും. 1 - 3 ദെൻ 2 വരും. ഇസഡിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് തേർഡ് കോളം. 2 - 1 1 വരും. ഈ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ 8 എന്ന് കിട്ടും. ഇനി നമുക്ക് എക്സിൻ്റെ വാല്യൂ കാണാൻ എന്നാ ചെയ്യണം? എക്സിൻ്റെ വാല്യൂ കാണാനായിട്ട് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ഡിറ്റർമിനൻ്റ് ഇൻറ്റു ഇപ്പം 1/δ ഇൻറ്റു ഡിറ്റർമിനൻ്റ്. ആ ഡിറ്റർമിനൻ്റ് എഴുതിയേക്കുന്ന മെത്തേഡ് ശ്രദ്ധിച്ചേ. എക്സിൻ്റെ കോഎഫിഷ്യൻറ്റിന് പകരം ഇക്വേഷൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താണോ കിടക്കുന്നത് അത് റീപ്ലേസ് ചെയ്തു. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഉള്ള കോളം അങ്ങ് എടുത്ത് മാറ്റിയിട്ട് നമ്മുടെ ഇക്വേഷൻസിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള വാല്യൂ വെച്ച് റീപ്ലേസ് ചെയ്തു. സോ എന്നാ കിട്ടും? എക്സ് ഇസ് ഈക്വൽ ടു 1/δ ഇൻറ്റു ഡിറ്റർമിനൻ്റ് 3 - 3 4 ദെൻ വൈയുടെ കോഎഫിഷ്യൻ്റ് അങ്ങനെ തന്നെ 1 - 3 2 ദെൻ ഇസഡ് കോഎഫിഷ്യൻറ്റ് 2 - 1 1. സോ അതിൻ്റെ വാല്യൂ എന്നാ കിട്ടും? ആ ഡിറ്റർമിനൻ്റ് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1/8 ഇൻറ്റു ആ ഡിറ്റർമിനൻറ്റിൻ്റെ എക്സ്പാൻഷൻ കിട്ടും. 1/8 ഇൻറ്റു 8 എന്ന് കിട്ടും. 1/8 ഇൻറ്റു 8 എന്ന് പറയുന്നത് 1 ആണ്. അതുപോലെ തന്നെ വൈയുടെ വാല്യൂ കാണാൻ എന്നാ ചെയ്യണം? വൈയുടെ വാല്യൂ കാണാൻ 1/δ ഇൻറ്റു ഡിറ്റർമിനൻറ്റ്. ആ ഡിറ്റർമിനൻറ്റിനകത്ത് വൈ കോഎഫിഷ്യൻ്റ് റീപ്ലേസ് ചെയ്യുന്നത് എല്ലാ ഇക്വേഷൻ്റെയും റൈറ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന വാല്യൂ വെച്ചിട്ടാണ്. അപ്പോൾ എന്നാ കിട്ടും? 1/δ ഇൻറ്റു ഡിറ്റർമിനൻറ്റ് 3, 2, 1. വൈ കോഎഫിഷ്യൻസിന് പകരം ഇക്വേഷൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് എന്താണ്? 3 - 3 4 ദെൻ ഇസഡ് കോഎഫിഷ്യൻറ്റ് 2 - 1 1. അത് നമുക്ക് ചെയ്താൽ 1/δ ഇൻറ്റു 16 എന്ന് കിട്ടും. അപ്പം ഡെൽറ്റയുടെ വാല്യൂ 8 ആയതുകൊണ്ട് 1/8 ഇൻറ്റു 16 2 എന്ന് കിട്ടും. അതുപോലെ ഇസഡിൻ്റെ വാല്യൂ കാണാൻ എന്നാ ചെയ്യണം? ഇസഡിൻ്റെ വാല്യൂ കാണാൻ 1/δ ഇൻറ്റു ഡിറ്റർമിനൻറ്റ്. ഈ ഡിറ്റർമിനൻറ്റിനകത്ത് ഇസഡിൻ്റെ കോഎഫിഷ്യൻറ്റിന് പകരം ഇക്വേഷൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് എഴുതും. സോ 1/δ ഇൻറ്റു 3, 2, 1 1 - 3 2 3 - 3 4. അങ്ങനെ ചെയ്ത് കഴിയുമ്പം 1/8 ഇൻറ്റു -8 എന്ന് കിട്ടും. അതായത് വാല്യൂ -1 ആണ്. ഇങ്ങനെ നമുക്ക് എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെയും വാല്യൂ കിട്ടും. ഇതിനെയാണ് നമ്മൾ ക്രാമേഴ്സ് റൂൾ എന്ന് പറയുന്നത്. സോ ഡിറ്റർമിനൻ്റ് വെച്ച് സൊല്യൂഷൻ ഓഫ് ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ചെയ്യുന്നതാണ് ക്രാമേഴ്സ് റൂൾ. ഇനി നമുക്ക് മെട്രിക്സ് മെത്തേഡോടെ നോക്കാം. സെക്കൻഡ് മെത്തേഡ് മെട്രിസസ് മെത്തേഡ് നമുക്കിനി നോക്കാം. മെട്രിസസ് മെത്തേഡ് നോക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്താണ്? നമ്മളുടെ അൺനോൺ മെട്രിക്സ് ആണ് മെട്രിക്സ് XYZ എന്ന് പറയുന്നത്. അതിനെ നമുക്ക് മെട്രിക്സ് എക്സ് എന്ന് എഴുതാം. എക്സ് ഇസ് ഈക്വൽ ടു A ഇൻവേഴ്സ് D എന്ന് എഴുതാം. എക്സ് ഇസ് ഈക്വൽ ടു A ഇൻവേഴ്സ് D ആണ് മെട്രിക്സ് മെത്തേഡിൻ്റെ ഇക്വേഷൻ. A ഇൻവേഴ്സ് എങ്ങനെയാണ് എഴുതുന്നത്? A ഇൻവേഴ്സ് എന്ന് പറയുന്നത് അഡ്ജോയിൻ മെട്രിക്സ് ഡിവൈഡഡ് ബൈ ആ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ്. അഡ്ജോയിൻ മെട്രിക്സ് ബൈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ്. അപ്പം നമ്മൾ ഫസ്റ്റ് നമ്മുടെ കോഎഫിഷ്യൻറ്റ് മെട്രിക്സ് എഴുതുക. കോഎഫിഷ്യൻറ്റ് ഡിറ്റർമിനൻ്റ് എഴുതുക. അതായത് 3, 2, 1 1 - 3 2 2 - 1 1 എഴുതുക. എന്നിട്ട് ആ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ കാണുക. ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ നമ്മൾ മുമ്പേ തന്നെ ചെയ്താണ് 8 കിട്ടും. അത് കഴിയുമ്പോൾ നമ്മൾ എന്നാ ചെയ്യുക? നമ്മുടെ കോഎഫിഷ്യൻറ്റ് മെട്രിക്സ് ഇല്ലേ? കോഎഫിഷ്യൻറ്റ് മെട്രിക്സിനകത്തെ ഓരോ വാല്യൂവിൻ്റെയും കോഫാക്ടർ കണ്ടുപിടിക്കുക. കോഎഫിഷ്യൻറ്റ് മെട്രിക്സിനകത്തെ ഓരോ വാല്യൂവിൻ്റെയും കോഫാക്ടർ കണ്ടുപിടിക്കുക. ആ കോഫാക്ടറാണ് നമ്മൾ എഴുതിയേക്കുന്നത്. ക്യാപിറ്റൽ A1 -1 വരും. ക്യാപിറ്റൽ A2 3 വരും. A3 5 വരും. B1 -3 വരും. B2 1 വരും. B3 7 വരും. C1 7, C2 -5, C3 -1 വരും. -11 വരും. ഇനി ഈ കോഫാക്ടേഴ്സിൻ്റെ അതായത് കോഫാക്ടേഴ്സ് കണ്ടുപിടിച്ചിട്ട് കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് ആണ് അഡ്ജോയിൻ മെട്രിക്സ് എന്ന് പറയുന്നത്. കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് ആണ് അഡ്ജോയിൻ മെട്രിക്സ്.
സോ അഡ്ജോയിൻ മെട്രിക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റയാണ് നമ്മളുടെ എ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? മെട്രിക്സ് എക്സ് വൈ സെഡ് ഇസ് ഈക്വൽ ടു 1/delta ഇൻറ്റു ഡിറ്റർമിനൻറ്റ് A1 B1 C1 A2 B2 C2 A3 B3 C3 ഇൻറ്റു മെട്രിക്സ് നമ്മുടെ ഇക്വേഷൻസിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് എന്ത് വരും? D1 D2 D3 ഇത് എഴുതാം. സോ നമുക്ക് വാല്യൂ എന്നാ കിട്ടും? 1/8 ഇൻറ്റു മെട്രിക്സ് -1 -3 7 3 1 -5 5 7 -11 ഇൻറ്റു മെട്രിക്സ് 3 -3 4 എന്ന് കിട്ടും. ഇതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പം 1/8 ഇൻറ്റു മെട്രിക്സിനകത്ത് 8 സെക്കൻഡ് എലമെൻ്റ് എന്നാ വരും? 16 വരും. തേർഡ് എലമെൻ്റ് എന്നാ വരും? അത് -8 വരും. സോ ഈ 1/8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മെട്രിക്സ് 1 2 -1 എന്ന് കിട്ടും. അതായത് എക്സിൻ്റെ വാല്യൂ 1, വൈയുടെ വാല്യൂ 2, ഇസഡിൻ്റെ വാല്യൂ -1 എന്ന് കിട്ടും. ഇങ്ങനെയാണ് മെട്രിക്സസ് മെത്തേഡ് ചെയ്യുന്നത്. ഈ മോളിൽ കൊടുത്തേക്കുന്ന ക്രാമേഴ്സ് റൂളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മെട്രിക്സ് മെത്തേഡാണ് പെട്ടെന്ന് ആൻസർ കിട്ടാൻ ഏറ്റവും നല്ല മെത്തേഡ്. താങ്ക് യു.